ഹായ് ഓൾ. അപ്പോൾ കരം എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. കരം ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മെർലാൻഡ് പ്രൊഡക്ഷൻസ് ആണ്. നമുക്കറിയാം ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഈ കോംബോയുടെ ബാനറിൽ വന്നിട്ടുള്ളതാണ്. അതിനുശേഷം ആക്ഷൻ ത്രില്ലർ ജാണറിൽ വന്നിരിക്കുന്ന ഒരു സിനിമയാണ് കരം. യാതൊരുവിധ ഹൈപ്പോ പ്രൊമോഷൻസോ അല്ലെങ്കിൽ ഭയങ്കര ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വിനീത് ശ്രീനിവാസൻ ചിത്രം എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ച് ആദ്യമായിട്ട് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയത്. പിന്നെ ഒരു ആക്ഷൻ ത്രില്ലർ ജേണറിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ പണ്ട് വിനീത് ശ്രീനിവാസൻ്റെ തന്നെ സിനിമയായിട്ടുള്ള തിരയുമായിട്ട് സാമ്യം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നാലും യാതൊരുവിധ അമിത പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ സിനിമയ്ക്ക് പോയത്. കാരണം ഇതിൻ്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് തന്നെയാണ്. വലിയ രീതിയിലെ പ്രൊമോഷൻസോ ഒന്നും ഈ സിനിമ കൊടുത്തിരുന്നില്ല. വലിയ അവകാശവാദങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പടം റിലീസായി. ഇന്നാണ് പടം റിലീസായത്. അപ്പോൾ ഇന്ന് ഈ പറയുന്ന കണക്ക് 7 മണിക്കുള്ള ഷോ PVR ലുലുവിലാണ് ഞാൻ കണ്ടത്. സിനിമ കണ്ടതിന് ശേഷം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ കരം എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് നോബിൾ ബാബു തോമസ്, പുള്ളിയാണ് ഇതിൽ പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുള്ളിയുടെ കഥാപാത്രത്തിലേക്കൊക്കെ വരാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് ടു ബി ഓണസ്റ്റ്, ഞാൻ ബിഫോർ നമ്മുടെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാം, ഈ സിനിമ എന്നെ സംബന്ധിച്ച് എനിക്ക് തീരെ വർക്കായില്ല. എനിക്ക് വളരെയധികം നിരാശയാണ് ഈ സിനിമ സമ്മാനിച്ചത്. അത് സിനിമ ഒത്തില്ല. അതായത് നമ്മളിപ്പോൾ അറിയാൻ പാടില്ലാത്ത പണി ചെയ്യാൻ പോവുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീൽ വന്നു. പക്ഷേ വിനീത് ശ്രീനിവാസനെ പോലെ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു ഡയറക്ടറുടെ അടുത്ത് നിന്ന് ഇങ്ങനൊരു എക്സ്പീരിമെൻ്റ് വന്ന് ഇങ്ങനെ പാളുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാർ, ഒന്നാമത് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. രണ്ടാമത് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ജോമോൻ ടി ജോൺ ആണ്. ഇതിൻ്റെ എഡിറ്റർ എന്ന് പറഞ്ഞാൽ രഞ്ജനാണ്. അതേപോലെ ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തേക്കുന്നത് ഷാൻ റഹ്മാനാണ്. ആൻഡ് ഇവരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആക്ഷൻ ത്രില്ലർ പടമാണ്. അപ്പോൾ നമുക്കൊരു ഗ്രിപ്പിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സീറ്റഡ് ആയിട്ട് ഇങ്ങനെ പോകണം. അതാണ് അതിൻ്റെ അങ്ങനെ ആയിരിക്കണം. കാരണം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു എൻഗേജിങ് ആയിട്ട്, ത്രില്ലിംഗ് ആയിട്ട്, ഗ്രിപ്പിംഗ് ആയിട്ട് ഈ സിനിമ പോകണം. പക്ഷേ യാതൊരു ഹൈ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാതെ ഒരു വയ്യ പോലെയാണ് ഈ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ. നമുക്കറിയാം, ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അതിൽ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പല സിനിമകളും ചിലപ്പോൾ തിരക്കഥ കൊണ്ടോ അല്ലെങ്കിൽ ഡയറക്ഷൻ കൊണ്ടൊക്കെ പാളുമ്പോഴും അതിലെ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസുകൾ ഓർത്തിരിക്കപ്പെടും. പക്ഷേ ഇതിൽ വളരെയധികം നിരാശ. ഇതിൻ്റെ പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്ന നോബിൾ ബാബു തോമസ് വളരെ പുള്ളിക്ക് പറ്റത്തില്ല, പുള്ളിക്ക് വയ്യ. ബേസിക്കലി പുള്ളിയെ കൊണ്ട് പുള്ളി ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫിസിക് വൈസും അല്ലെങ്കിൽ ലുക്ക് വൈസൊക്കെ പുള്ളി ഒരു എക്സ് ആർമി ഓഫീസർ എന്നൊക്കെ ഉള്ള രീതിയിൽ പക്ക മാച്ചിങ് ആണ്. പക്ഷേ ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, സ്വാഗ് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഒന്നുമില്ലാത്ത പോലെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതായത് കുറേ ആക്ഷൻസ് ഉണ്ട്. ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആക്ഷൻ കൊറിയോഗ്രഫി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ഇടുക്കി അല്ലെങ്കിൽ ഒരു പഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഇത് ഉണ്ടാക്കാൻ നമുക്കൊരു ഔട്ട് ഓഫ് ദി ബോക്സ് എണീറ്റ് നിന്ന് ഒരു ഗൂസ് ബംസ് ജനറേറ്റ് ചെയ്യാൻ ഒരു സ്ഥലത്തും ഒരു ആക്ഷൻ സീക്വൻസുകളിലും പറ്റിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഈ പ്രധാന കഥാപാത്രത്തിന് അതിനൊരു പ്രശ്നമുണ്ട്. കാരണം ഇതിൽ വേറെ റോളിൽ വരുന്ന ഒരു പുള്ളിയുണ്ട്, വിഷ്ണു ജി വാര്യർ എന്ന് പറയുന്ന ഒരു ആളുണ്ട്. പുള്ളി വളരെ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫിലെ പുള്ളിയുള്ളൂ, പക്ഷേ ആ സമയത്തെ ആക്ഷൻ സീക്വൻസ് പുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്ററാണ്. ആ ഒരു ഫൈറ്ററാണെന്നുള്ള ഫീലിംഗ് കിട്ടും. നമുക്ക് ആ ഒരു പഞ്ച് ഫീൽ ഇടും. ആ ഒരു സീക്വൻസിൽ മാത്രം ഒരു പരിധി വരെ നമുക്ക് അടിപൊളിയെന്ന് തോന്നി. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ ഒരു ഇത് കിട്ടുന്നില്ല. ഇപ്പോൾ ഇതിലെ വില്ലൻ പ്രധാന കഥാപാത്രത്തിൽ വന്നിട്ട് മറ്റൊരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള ഇവാൻ ആശാനാണ്. ഇവാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയൊക്കെ നടക്കുന്ന സമയത്ത്. അതേപോലെ ആരാധകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പുള്ളിയൊക്കെ വില്ലനായിട്ട് കാസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളി ഒരു ആചാര ബഹുവാണ്, ഭയങ്കര സൈസൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും പുള്ളിയെപ്പോലും ടുവേർഡ്സ് ദി എൻഡ് വരുമ്പോഴത്തേക്ക് വെറും ഇത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ എൻഡ് ചെയ്യുന്ന പോലെ. അതേപോലെ ലോജിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ലോജിക്ക് വൈസ് ഒന്നുമില്ല. അതിപ്പോൾ എക്സ്റ്റേണൽ മിനിസ്ട്രി ഒക്കെ കാണിച്ചു വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. അതേപോലെ മറ്റ് കഥാപാത്രങ്ങൾ, അതായത് ഇതൊരു ആക്ഷൻ ത്രില്ലർ പടമാണ്. അപ്പോൾ ഒരു സീറ്റഡ് ആയിട്ട് ഒരു ത്രില്ലിംഗ് ആയിട്ട് പോകേണ്ട, ഒരു സീരിയസ് മോഡിൽ പോകേണ്ട ഒരു സിനിമയിൽ അനാവശ്യമായി ഒരുപക്ഷെ ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും കുറേ കോമഡികൾ കുത്തിക്കയറ്റുക. കോമഡി ഉണ്ട്, ചിരിക്കാനുണ്ട്, പക്ഷെ അങ്ങനെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യേണ്ട പടമായിട്ടല്ല എനിക്കിത് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അനാവശ്യമായിട്ടുള്ള കുറേ ക്രിഞ്ച് കോമഡികൾ, ക്രിഞ്ച് സീനുകൾ എടുത്തിട്ടിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് നമ്മളിപ്പോൾ ആർക്കോ വേണ്ടി ചെയ്തു വെച്ചേക്കുന്ന പോലെ അങ്ങോട്ട് തീർക്കുക. ഇതിപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സരോജ് കുമാർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, അതിൻ്റെ അകത്ത് സരോജ് കുമാർ പറയുന്ന പോലെ സ്ക്രിപ്റ്റ് ഞാൻ തരാം, പക്ഷേ എന്നെ പ്രധാന കഥാപാത്രമാക്കണം. അതേപോലെയാണ് എനിക്കിതിൽ നോബിളിൻ്റെ കേസിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് നോബിളും ഇതൊക്കെ ഫ്രണ്ട്സാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ എന്തെങ്കിൽ പോലും ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഇത്രയും വലിയൊരു ക്യാരക്ടർ പുള്ള് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കാസ്റ്റിങ്ങിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഈ സിനിമയെ സേവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു.
അവിടെയാണ് എനിക്ക് വിനീതിൻ്റെ ഒന്നാമത്തെ ഒരു ഫോൾട്ട്, ഏറ്റവും വലിയൊരു ഫോൾട്ട് ഫീൽ ചെയ്യും. പിന്നെ രണ്ടാമത് എടുത്തു പറയുകയാണെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് വർക്ക്. ഇപ്പം മ്യൂസിക് ചെയ്തേക്കുന്ന ഷാൻ റഹ്മാനാണ്. പക്ഷേ ഇങ്ങനൊരു ആക്ഷൻ ത്രില്ലർ സീക്വൻസിലേക്ക് ഷാൻ റഹ്മാനെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിച്ചത്, ഷാൻ റഹ്മാൻ ഇത് കഷ്ടപ്പെട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് പുള്ളിയുടെ മ്യൂസിക് അല്ലെങ്കിൽ സോങ്സ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ അത് ഈ സിനിമയ്ക്ക് ചേരുന്നതല്ല, ഈ സിനിമയിലെ സിറ്റുവേഷൻസിന് ചേരുന്നതല്ല. കാരണം നമുക്കറിയാം നമ്മുടെ മലയാളത്തിൽ തന്നെ ഇപ്പം എത്രയോ പേരുണ്ട്. ഇപ്പം ജസ്റ്റിൻ വർഗീസ് ഉണ്ട്, ക്രിസ്റ്റോ സേവിയർ ഉണ്ട്, അല്ലെങ്കിൽ വിഷ്ണു ഉണ്ട്, അതേപോലെ ജേക്സ് ബിജോയ്. ഇനി വലിയ റേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ ജേക്സ് ബിജോയ് ഉണ്ട്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ നമുക്ക് ഒരു ആക്ഷൻ പടത്തിൽ, അല്ലെങ്കിൽ സാം CS ഉണ്ട് നമ്മുടെ കൈദിയൊക്കെ ചെയ്ത്. ഇങ്ങനത്തെ മലയാളത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉള്ളപ്പോൾ ഷാൻ റഹ്മാനെ പോലെ ഒരു ഫീൽ ഗുഡ്, ഒരു റൊമാൻറ്റിക് സിനിമയൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി കേപ്പബിലിറ്റി ഉള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ജേണറിലിട്ട് കഷ്ടപ്പെടുത്തുന്ന പോലെ തോന്നി. അതായത് മ്യൂസിക് ഒരു വഴിക്ക്, സിനിമ വേറൊരു വഴിക്ക് അങ്ങനെ പോവുകയാണ്. ആ ഒരു ഗ്രിപ്പിംഗ് എലമെന്റ് കൊണ്ടുവരാൻ നമുക്ക് പറ്റിയില്ല. എന്താ പറയുക, എന്തൊക്കെയോ ചെയ്തിട്ടൊരു മെനയില്ലാതെ പോലെ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അധികം നിരാശയായി. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഹൈ മൊമെന്റ്സ് ജനറേറ്റ് ആവുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തെങ്കിൽ പോലും ടുവേഴ്സ് ദി എൻഡ് ഭയങ്കര നിരാശയിലാണ് ഈ സിനിമ എനിക്ക് പേഴ്സണലി എന്താ പറയുക അനുഭവപ്പെട്ടത്. നമ്മൾ ഈ സിനിമയിൽ കുറച്ച് പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഈ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്ത ഫോറിൻ കൺട്രി, അതായത് ഐ തിങ്ക് ജോർജിയയിൽ എന്തോ ആണ്, ജോർജിയ അതേപോലെ ഷിംലയിലൊക്കെ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും പുറത്താണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ഒരു ജോഗ്രഫിക്കൽ പ്രസൻറ്റേഷൻ വളരെ നന്നായിട്ടുണ്ട്. ഇപ്പം എനിക്കൊരു സിനിമയായിട്ട്, ഈ സിനിമ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയുണ്ട്, നമ്മുടെ അജിത്തിൻ്റെ വിടാമുയർച്ചി എന്ന് പറയുന്ന സിനിമയുണ്ട്. അതിൻ്റെ അകത്ത് ഇത് കണക്ക് അസർബൈജാനാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലം വളരെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ജോമോണ്ടി ജോൺ എന്ന് പറയുന്ന നല്ല മികച്ചൊരു ക്യാമറ വർക്കാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ള, മികച്ച ക്യാമറാമാനാണ് പുള്ളി. നല്ല രീതിയിൽ, അതേപോലെ രഞ്ജൻ്റെ എഡിറ്റിംഗ് ആയാലും നല്ല രീതിയിൽ, അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പോസിറ്റീവ്. എൻ്റെ അടുത്ത ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ചാൽ വിനീത് ശ്രീനിവാസൻ താങ്കൾ ഈ സിനിമ 2 മണിക്കൂർ 10 മിനിറ്റിൽ താഴെ ഡ്യൂറേഷനിൽ തീർത്തു എന്നുള്ളതാണ്. അത്രയും നേരം ഇത് കണ്ടാൽ മതിയല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. അതിന് താങ്കളൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. അപ്പം അത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ ഷൂട്ട് ചെയ്ത സ്ഥലത്തുള്ള ലോക്കൽസിനെയൊക്കെ കുറേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എനിക്കിതിൻ്റെ അത് കലാഭവൻ ഷാജോൻ്റെ റോള് കുഴപ്പമില്ലാതെ തോന്നി. പക്ഷേ എനിക്ക് മനോജ് കെ ജയൻ്റെയും ഈ പറയുന്ന ബാബുരാജിൻ്റെയൊക്കെ ഭയങ്കര ക്രിഞ്ച് ഫെസ്റ്റായിട്ട് ഒരു വേണ്ടിയിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം അവരുടെ അഭിനയത്തിൻ്റെ കുറ്റമല്ല, അത് ആ ഒരു എഴുത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ കുറേ ഇമോഷണൽ കണക്റ്റ് സീൻസ് കൊണ്ടുവരാൻ വേണ്ടി കൊച്ചുകുട്ടികളെയൊക്കെ വെച്ചിട്ടും അതേപോലെ ഇമോഷണൽ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ വികാരമോ അല്ലെങ്കിൽ ഇമോഷണൽ കണക്റ്റും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയില്ല. ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്ര ഹൈപ്പില്ലാതെ വന്ന സാഹചര്യത്തിൽ യാതൊരുവിധ അറിയിപ്പും ഇല്ലാതെ എനിക്ക് തോന്നുന്നു മേ ബി കമ്മിങ് ഡേയ്സിൽ സിനിമ തിയേറ്ററിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. തിയേറ്ററിൽ പോയി കാണുക അല്ലെങ്കിൽ എൻജോയ് ചെയ്യുക എന്നുള്ളൊരു റെക്കമെൻഡേഷൻ തരാൻ വേണ്ടി ഒന്നും എനിക്ക് ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ ഈ ജോഗ്രഫിക്കൽ ടെറൈനും ക്യാമറ വർക്കും ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് ഒക്കെ കണ്ടിരിക്കാൻ, ഈ വേറെ സിനിമയൊന്നും കാണാനില്ലാത്തവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ ഉള്ളതിനപ്പുറത്തേക്ക് യാതൊരുവിധ ഹൈ മൊമെൻറ്റ്സും തരാതെ വളരെയധികം നിരാശ സമ്മാനിച്ചൊരു സിനിമയാണ് വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത് നോബിൾ തിരക്കഥ എഴുതിയ കരം. താങ്ക് യു.